ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംടെക് ഗ്രാഫിക്സ്. നമ്മൾ ഗൂഗിളിലൊക്കെ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന വ്യക്തികളായിരിക്കും അല്ലേ? അത്തരത്തിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തതും മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടി നമുക്കത് ഗൂഗിൾ സെർച്ച് ചെയ്തത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ആരും അറിയാത്ത രീതിയിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലൊക്കെ കൊടുത്തേക്കാം. അപ്പോൾ ആ ഒരു വീഡിയോ കാണുക. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്, നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് മറ്റുള്ളവർ കാണാനും പാടില്ല, എന്നാൽ ഡിലീറ്റ് ചെയ്യാനും പാടില്ല. അത്തരത്തിൽ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സെറ്റിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ നമ്മുടെ ഫോണൊക്കെ നമ്മൾ ലോക്ക് ചെയ്ത് വെക്കത്തില്ലേ, അത്തരത്തിൽ മറ്റുള്ളവർ കാണാത്ത രീതിയിൽ നമ്മുടെ ഗൂഗിളിൻ്റെ ഹിസ്റ്ററി ലോക്ക് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. അപ്പോൾ ആ ഒരു ട്രിക്കിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഗൂഗിൾ ഹിസ്റ്ററി എങ്ങനെ ലോക്ക് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമുക്ക് ഗൂഗിൾ ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇവിടെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ ഇവിടെ ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ റിസൾട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ കാണുന്നുണ്ടോ, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സെർച്ച് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. സെർച്ച് ഹിസ്റ്ററി എന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ഒരു പേജിലോട്ട് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. നമുക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നതാണ്. സേവ് ഇൻ ടു വെബ് ആപ്പ് ആക്ടിവിറ്റി, അതുപോലെ ഓട്ടോ ഡിലീറ്റ്, അങ്ങനെ 2-3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഇവിടെ താഴോട്ട് നോക്കാമെങ്കിൽ നമ്മളിപ്പോൾ സെർച്ച് ചെയ്ത കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ സെർച്ച് ചെയ്തത് ഹംടെക് ഗ്രാഫിക്സ്, അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പം ഇവിടെ നമുക്ക് ഈ നമ്മളിപ്പോൾ സെർച്ച് ചെയ്ത ഹിസ്റ്ററിയൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഡിലീറ്റ് എന്ത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഡിലീറ്റ് ടുഡേ, ഡിലീറ്റ് കസ്റ്റം റേഞ്ച്, ഡിലീറ്റ് ഓൾ ടൈം, ഓട്ടോ ഡിലീറ്റ് എന്നതൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്ന് സെർച്ച് ചെയ്തത് മാത്രം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ടുഡേ എന്നതൊക്കെ കൊടുക്കാം. ഓക്കെ, അതുപോലെ ഇവിടെ ഓട്ടോ ഡിലീറ്റ് എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ 3 മന്ത്, 18 മന്ത്, 36 മന്ത് ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന കാലയളവിലാകുമ്പോഴത്തേക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആവുന്നതാണ്. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ വന്ന കാര്യം ഇതല്ല, നമ്മൾ വന്നത് ഹിസ്റ്ററി എങ്ങനെ ലോക്ക് ചെയ്യാം എന്നത് നോക്കാൻ വേണ്ടിയാണ്. അതിനായിട്ട് ഇവിടെ മാനേജ് മൈ ആക്ടിവിറ്റി വെരിഫിക്കേഷൻ എന്നത് കണ്ടോ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഫസ്റ്റ് തന്നെ ഈ ഒരു ഐക്കണിലായിരിക്കും ഇത് വന്ന് കിടക്കുന്നത്. ഡിഫോൾട്ടായിട്ട് ഡോണ്ട് റിക്വയർ എക്സ്ട്രാ വെരിഫിക്കേഷൻ എന്നതിലായിരിക്കും വന്ന് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റിക്വയർ എക്സ്ട്രാ വെരിഫിക്കേഷൻ എന്നത് കണ്ടോ, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് സേവ് എന്നത് ക്ലിക്ക് ചെയ്യാം. സേവ് എന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ സ്ക്രീൻ ലോക്ക് എന്ന സെക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ലോക്ക് ഏതോ അത് നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ ആ ഒരു ലോക്ക് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, സ്ക്രീൻ ലോക്ക് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ ഒരു ഹിസ്റ്ററി ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നോക്കാമെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഇനി നിങ്ങൾക്ക് ആ ഒരു ഹിസ്റ്ററിയൊക്കെ പിന്നീട് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെരിഫൈ എന്നത് ക്ലിക്ക് ചെയ്യാം. വെരിഫൈ എന്നത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇപ്പോൾ കൊടുത്ത ആ ഒരു ലോക്ക് ഉണ്ടല്ലോ, നമ്മുടെ സ്ക്രീൻ ലോക്ക് നമ്മൾ കൊടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു കോഡ് ഇവിടെ എൻ്റർ ചെയ്യണം. അത് എൻ്റർ ചെയ്തതിന് ശേഷം ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഹിസ്റ്ററി വീണ്ടും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് നമ്മുടെ ഹിസ്റ്ററിയൊക്കെ ലോക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ലോക്കിനായിട്ട് നമ്മുടെ സ്ക്രീൻ ലോക്കിൻ്റെ ആ ഒരു നമ്പർ തന്നെ വേണമെങ്കിൽ കൊടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ എനേബിൾ ചെയ്ത് വെച്ചിരിക്കുന്ന എന്താണോ അതായിരിക്കും മിക്കപ്പോഴും ഇവർ ആക്സസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ സ്ക്രീൻ ലോക്കാണ് കൊടുത്തിരിക്കുന്നത്, നിങ്ങളിപ്പോൾ ഫിംഗർ ലോക്കാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഫിംഗർ ലോക്ക് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അത് കൊടുത്ത് നമുക്ക് എന്തായാലും നമ്മുടെ ഹിസ്റ്ററിയൊക്കെ നമുക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ സംഭവം. ഇപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ എടുത്തു നോക്കിയാലും ആർക്കും ആ ഹിസ്റ്ററി ഒന്നും കാണാൻ സാധിക്കത്തില്ല. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഹിസ്റ്ററിയൊക്കെ ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു വീഡിയോയിലെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.